ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എൻ്റെ സോളോ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ്. ഞാൻ ടോർക്കിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള വഴിയോര കാഴ്ചകളൊക്കെയാണ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ മുകളിലാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ ഒരു കണക്ഷൻ എടുത്താണ് പോകുന്നത്. അതായത് ഇവിടുന്ന് ഞാൻ നിൽക്കുന്ന സ്ഥലം ടോട്ട്നസിൽ നിന്ന് പെയിൻറ്റണിലേക്ക് ഒരു ബസ്, അവിടെ നിന്ന് പെയിൻറ്റണിൽ നിന്ന് ടോർക്കിയിലേക്ക് അടുത്ത ബസ്, 2 ബസ് കയറിയാണ് പോകുന്നത്. അപ്പോൾ ഒരു കണക്ഷനിൽ നിന്ന് അടുത്ത കണക്ഷൻ അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു. ഒരു 51 സ്റ്റോപ്സ് ഇതിൻ്റെ ഇടയ്ക്കുണ്ടായിരുന്നു. അത് ഫുള്ളും ഇങ്ങനെ എന്താ പറയുക, കുറച്ച് റൂറലായിട്ടുള്ള ഏരിയ, കൺട്രി സൈഡായിരുന്നു, കാണാൻ ഭംഗിയുള്ള കൺട്രി സൈഡ്. അതിൻ്റെ ഇടയ്ക്ക് കുറേ സിറ്റീസ് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഒരു കണക്ഷനിലേക്കുള്ള ബസ് ഫെയർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 2 pounds മാത്രമേ ഉള്ളൂ. കമ്പാരിറ്റീവ്ലി ചീപ്പറായിട്ടുള്ള ഓപ്ഷൻ നോക്കി ഞാൻ പോയതുകൊണ്ടും കൂടിയാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ ടൈം എടുക്കും. ട്രെയിനിന് പോയാൽ കുറച്ചുകൂടെ പെട്ടെന്ന് ചെല്ലും. ട്രെയിനിൻ്റെ ഫെയർ എത്രയാണ് ഞാൻ നോക്കിയില്ല, കാരണം ബസ്സിന് പോകുന്നതായിരുന്നു ഞാൻ കുറച്ചുകൂടി പ്രിഫർ ചെയ്തത്. ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടു പോകാമല്ലോ എന്നോർത്ത്. ട്രെയിനാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് ചെല്ലും, പെട്ടെന്ന് നമുക്ക് ഡെസ്റ്റിനേഷനിലെത്തും. അത് ശരി, എന്നിരുന്നാൽ കൂടി ഇങ്ങനെ ഒരു കൺട്രി സൈഡ് വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ എനിക്ക് പോകുന്ന ഇഷ്ടമായതുകൊണ്ട് ഞാൻ ബസ് പ്രിഫർ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഏതൊക്കെയോ സിറ്റി കടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പെയിൻറ്റണി ചെന്നിട്ട് നമുക്ക് അടുത്ത ബസ് കണ്ടുപിടിക്കണം. പെയിൻറ്റണിയിൽ നിന്ന് എപ്പോഴും സർവീസ് ഉണ്ട്. അങ്ങനെ നമ്മളിത് പെയിൻറ്റണിലാണ് എത്തിക്കുന്നത്. നമ്മൾ എത്തിയപ്പോൾ തന്നെ അടുത്ത ബസ് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. അടുത്ത 12 നമ്പർ ബസ് അഗെയിൻ ഡബിൾ ഡെക്കർ തന്നെയാണ്. കയറി നമ്മൾ ടോർക്കിയിൽ എത്തിയിട്ടുണ്ട്. ടോർക്കിയിൽ ജസ്റ്റ് ഞാനിപ്പോൾ വന്ന് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു ട്രിപ്പ് പോരാന്ന് ഞാൻ വിചാരിച്ചൊരു ബ്രേക്ക് എടുക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ളൊരു സറൗണ്ടിങ്സ് സിറ്റുവേഷനിൽ നിന്നൊക്കെ മാറി നമുക്ക് തന്നെ ഒരു സെൽഫ് ബ്രേക്കൊക്കെ എടുക്കുന്നത് നല്ല കേട്ടോ. അപ്പോൾ ടോർക്കിയുടെ ഏതോ ഒരു പോർഷനിൽ വന്ന് ഞാൻ ബസ് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് ബസ്സിൽ മനസ്സിലായില്ല എവിടെ ഇറങ്ങേണ്ടതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിവേ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വഴി കുറച്ച് ദൂരം നടന്നിട്ട് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നും എന്തൊക്കെയാണ് കാണേണ്ടതെന്നും ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യണം. കറക്റ്റായിട്ടൊരു പ്ലാനിങ് ഇല്ലാതെയാണ് ഞാൻ ഇറങ്ങിയേക്കുന്നത്. ശരിക്കും നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങണം കേട്ടോ, എന്നാലേ അങ്ങോട്ട് സെറ്റ് ആവുള്ളൂ. പക്ഷെ ഞാൻ പ്ലാനിങ് ഒന്നും ഇല്ലാണ്ട് ഇറങ്ങിയേക്കണത് നോക്കണം. ഞാൻ ജസ്റ്റ് ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്തോട്ടെ. നമ്മൾ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ കാര്യത്തെക്കുറിച്ച് വറീഡായിരിക്കും കേട്ടോ. നമ്മളെപ്പോഴും അവിടെ എന്താ സംഭവിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ സെൽഫ് സെൻറ്റേഡ് ആകാനുള്ള ടൈമായി എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ കാര്യത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക. ബി ഹാപ്പി ഓൾവേസ്. ക്ലൗഡി ഡേ ആയതുകൊണ്ടാണെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. ഇവിടെ ഒന്നും വലിയ തിരക്ക് കാണുന്നില്ല, അല്ലെങ്കിൽ ഞാൻ റോങ് ആയിട്ടുള്ളൊരു സൈഡിലാണ് വന്ന് ഇറങ്ങിയേക്കുന്നത്. എനിവേ ബീച്ചിൻ്റെ സൈഡിൽ നിന്നൊരു മനുഷ്യനെ കാണുന്നുണ്ട്. ഇതിപ്പോൾ ബീച്ചാണോ എന്ന് തന്നെ എനിക്ക് സംശയം വരുന്നുണ്ട് കണ്ടിട്ട്. നോർമലായിട്ടുള്ളൊരു വെള്ളം കിടക്കുന്നോ അല്ലേ. എവിടെയോ ഒരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ ഇറങ്ങരുത്, കാരണം വെള്ളത്തിൻ്റെ ക്വാളിറ്റി കോംപ്രമൈസ്ഡാണ്. അതെങ്കിൽ അപ്പോൾ വേറെ എവിടെന്നെങ്കിലും വന്ന് ചാടുന്ന വെള്ളം എന്തെങ്കിലും ആയിരിക്കും പ്യൂരിഫൈ ചെയ്യാനായിട്ട്, പ്യൂരിഫൈഡ് ആയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവിടെ ഇറങ്ങരുതെന്ന് പറഞ്ഞേക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ ഒരു മനുഷ്യന് പോലും കാണാനില്ല. ഇപ്പോൾ വെതർ കുറച്ചുകൂടെ വൃത്തിയായിട്ടുണ്ട് കേട്ടോ. അതെ, ആകാശമൊക്കെ അത്യാവശ്യം തെളിഞ്ഞു വരുന്നുണ്ട്. ഇവിടെ ആൾക്കാർ ഫിഷിങ്ങിനും അതുപോലെ തന്നെ നടക്കാനൊക്കെ ആയിട്ട് കുറച്ച് ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒന്ന് കുറേ ഫോട്ടോസും വീഡിയോസും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത സ്ഥലത്തേക്ക് നടന്ന് നീക്കൊണ്ടിരിക്കുക. അപ്പുറത്ത് വശത്ത് കാണുന്ന ആ ഒരു പോർഷനിലേക്ക് നടക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള വ്യൂ ഒക്കെ കുറച്ചുകൂടെ അടുത്തടുത്തായിട്ട് വരുന്നുണ്ട് കേട്ടോ. I know. ഇവിടെ നിന്ന് എന്തോ ഒരു സാധനം, ഈ ഇരിക്കുന്നതിലൊരു സാധനം ഞാൻ കഴിക്കാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഈ സാധനമാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരി എനിക്ക് ചൂടാക്കി തരാമെന്ന് പറഞ്ഞു. ഇവിടെ ഉള്ളവർക്കൊന്നും അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്താൽ ഇഷ്ടപ്പെടില്ല കേട്ടോ. അപ്പോൾ അവരോട് ഞാൻ പെർമിഷൻ ചോദിച്ചിട്ടാണ് എടുക്കുന്നത്. അവർ വഴിയിൽ നിന്ന് മാറി തരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ പുള്ളിക്കാരിക്ക് പണിയെടുക്കണമല്ലോ. എനിക്കിതിനകത്ത് നിന്ന് ആക്ച്വലി ഒരു ഹോട്ട് ഡ്രിങ്ക് കൂടെ കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. കോഫി, ലാറ്റ, എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷേ ഇവിടെ എന്തോ ഇൻഫെക്ഷൻ വെള്ളത്തിലൊക്കെ പടർന്ന് പിടിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കുടിക്കുന്നില്ല എന്ന് ഞാൻ വെച്ചു. വെള്ളം എന്തായാലും തിളപ്പിച്ചായിരിക്കും വരുന്നത്. ബട്ട് സ്റ്റിൽ ചേച്ചി എനിക്ക് കഴിക്കാനുള്ള സാധനമൊക്കെ അതെ ചൂടാക്കി ടോസ്റ്റാക്കി തന്നിട്ടുണ്ട്. ഇവിടെ ഇരുന്നാട്ടോ കഴിക്കുന്നത്. കാക്ക സീകളൊന്നും വരാതിരുന്നാൽ മതിയായിരുന്നു. ഓരോന്ന് അടുത്തടുത്തേക്ക് വന്നിട്ട് ഇപ്പോൾ കാക്ക
സാധാരണ യാത്രകൾ വരുമ്പോൾ ഞാൻ ചെയ്യാത്തൊരു കാര്യമാണ് ഇവിടുത്തെ ലോക്കൽ ഫുഡ് കഴിക്കാറില്ല ഞാൻ. ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിച്ചു നോക്കണം. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ചേച്ചി ടോസ്റ്റൊക്കെ ചൂടാക്കി ചെറുതായിട്ട് കരിച്ചൊക്കെ തന്നേക്കുന്നത്, പക്ഷെ ഭയങ്കര ടേസ്റ്റ്. ഓ, വിശന്നിരിക്കണോണ്ടാണോ എന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സൈഡിലൊക്കെ നിറയെ ആൾക്കാർ ഇങ്ങനെ വന്നിരിപ്പുണ്ട് കേട്ടോ. ഹോൾ സൈഡ് ഫുള്ള് സീറ്റ്സ് ഉണ്ട്. അപ്പം നമ്മളും ഒരു സീറ്റ് വന്ന് പിടിച്ച് കടലിലേക്ക് അന്തം വിട്ട് നോക്കിയിരിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് ഇനി കുറച്ച് റെസ്റ്റ് ആകാം. ഇത്ര നേരം ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനായിട്ട് വെച്ചുകൊണ്ടിരുന്ന തൊപ്പി ഞാൻ ഒഫീഷ്യലായിട്ട് എടുത്ത് തലയിൽ വെച്ച്. നല്ല വെയിലുണ്ട്. രാവിലത്തെ വെതറിന് എൻറ്റയർലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള വെതർ. വെയിലുണ്ട്, ആ വെയിലിനും ചൂടുണ്ട്. ഇവിടെ ഉള്ളവരൊക്കെ ടാൻ അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാവും. നമ്മൾ ടാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ആരൊക്കെയോ പറഞ്ഞ പോലെ കരിമംഗലാവും. എനിക്ക് ടാനിനോട് അത്ര വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് തൊപ്പി വെച്ചേക്കാന്ന് വിചാരിച്ചതേ. ബാക്കിൽ ഫുള്ളും സാധനത്തിൻ്റെ പേര് തന്നെ യാട്ടോ. എനിവേ, ആ സാധനം വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടാവും സാധനത്തിൻ്റെ പേരെന്താ. അപ്പോൾ വീഡിയോ കാണുന്നവർ പ്രോത്സാഹനത്തിൻ്റെ ഭാഗമായിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മറക്കരുത് കേട്ടോ. കാരണം അത് നമുക്ക് ഭയങ്കര ഒരു പ്രോത്സാഹനമാണ്. ഇത് വലിയൊരു ചാനലൊന്നുമല്ല, ഒത്തിരി പേയ്മെൻറ്റൊന്നും നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ പ്രോത്സാഹനം മാറ്റേഴ്സ്. ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ നടപ്പ് നടക്കുന്നതെന്ന് ശരിക്കും ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നത്, സോളോ ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറാന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇത്ര കാലമായിട്ട് ഞാൻ അധികം ട്രാവലൊന്നും ചെയ്യാതിരുന്നതും ഒറ്റയ്ക്ക് പോക്ക് ബോറാന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന വേറൊരു വൈബ്, ഒരു പ്രത്യേക വൈബ്. കഴിഞ്ഞതിന് മുന്നത്തെ വർഷം നമ്മൾ സെൻറ്റ് ഐവ്സ് പോയായിരുന്നേ. അപ്പോൾ ആ ഒരു ബീച്ചുമായിട്ട് കണ്ട് ചെയ്യുമ്പോൾ സിമിലാരിറ്റി ഉള്ളൊരു ബീച്ചാണത്. സെൻറ്റ് ഐവ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയുള്ളൊരു ബീച്ചായിരുന്നു. അത്രയും ഭംഗിയില്ല, അത്രയും ക്രൗഡഡും അല്ല ആൾക്കാർ. നമുക്കെന്താ പറയുക, വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന അത്രയും വിസിബിൾ അല്ല ഇവിടെ. എന്നിരുന്നാൽ കൂടി നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. അപ്പുറത്തെ സൈഡിലത്തെ ഈ കാണുന്ന തീരം ഞാൻ വിചാരിച്ചു നമ്മൾ നിൽക്കുന്ന ഇതിൻ്റെ തന്നെ എക്സ്റ്റൻഷനാണെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ അവിടെ വന്ന് ബസ് കയറിയിട്ടാണ് ടോർക്കിലേക്ക് വന്നത്. അപ്പോൾ അത് പെയിൻറ്റണാണ്. പെയിൻറ്റണിയിൽ നിന്നായിരുന്നു നമുക്ക് കണക്ഷൻ. ടോപ്നസിൽ നമുക്ക് ഡയറക്റ്റ് പെയിൻറ്റണിയിൽ നിന്നായിരുന്നു ബസ്. പെയിൻറ്റണിയിൽ നിന്നാണ് നമ്മൾ ടോർക്കിലേക്ക് ബസ് മേടിച്ചത്. അപ്പോൾ പെയിൻറ്റൺ ബീച്ചാണ് ആ സൈഡിൽ കാണുന്നത്. നമ്മൾ ആദ്യം വന്ന് നിന്ന സ്ഥലത്തൊക്കെ ആൾക്കാർ വെള്ളത്തിൽ ഗെയിംസിനൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കണ്ടൊരു ലോക്കൽ ഷോപ്പിൽ നിന്ന് ഐസ്ക്രീം വാങ്ങിച്ച്. ഭയങ്കര എക്സ്പെൻസീവ്, 3 പൗണ്ടായി. 3 പൗണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പാക്കറ്റ് ഐസ്ക്രീം വാങ്ങിക്കാനോ. ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഇതാണ് ലോക്കൽ കൾച്ചറിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പോയാൽ കയ്യിലിരുന്ന കാശ് മുഴുവൻ പോകും. ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇതിപ്പോൾ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഈ സാധനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സ്ഥലമാണോ അതോ വേറെ എവിടുന്നെങ്കിലും ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന് ഇറക്കുമതി ചെയ്യുന്നതാണോന്നും ഒരു പിടിയില്ല. വീഡിയോയുടെ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബോറടിപ്പിക്കാനായിട്ട് ഞാൻ എൻ്റെ തോട്ട്സ് ഇവിടെ കുത്തിക്കയറ്റുന്നുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ തിരിച്ചൊന്ന് കിട്ടാതെ സ്നേഹിക്കുന്ന ഒരു സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സെൽഫ് ലവ് മാത്രമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം വേറെ ആരായാലും, നമ്മുടെ ചുറ്റും നിൽക്കുന്നവർ വേറെ ആരായാലും തന്നെ അവരെന്തെങ്കിലുമൊക്കെ നമ്മളിന്ന് തിരിച്ച് പ്രതീക്ഷിച്ചായിരിക്കും നമ്മൾ സ്നേഹിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരാളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ അയാൾ നമ്മളോട് ആ സമയത്ത് സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അവരെയും കൂടെ ലിസൺ ചെയ്യുന്നു, അവരെയും കൂടെ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നു അയാളുമായിട്ട്. അപ്പോൾ അത് ഉദ്ദേശിച്ചായിരിക്കും അയാൾ നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ വേറൊന്നും തിരിച്ചാഗ്രഹിക്കാതെ നമ്മളെ സ്നേഹിക്കാൻ പറ്റുന്നത് നമുക്ക് മാത്രമാണ് കേട്ടോ. അത് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ പാരൻസ് പോലും നമ്മളിൽ നിന്ന് റിട്ടേൺ എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നില്ലായിരുന്നോ എന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ സെൽഫ് ലവ് ക്യാൻ ബീറ്റ് എനിത്തിങ്.
സ്റ്റിൽ ഞാൻ ടർക്കിയുടെ സിറ്റിയിലൂടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല രസമുണ്ട് സിറ്റിയൊക്കെ കാണാനായിട്ട്. അപ്പം നടന്ന് ഞാൻ ഏറെക്കുറെ മടുത്തിട്ടുണ്ട്. ഇപ്പം സമയം 2:30-3 മണി ആവാറായിട്ടുണ്ട്. ഞാനൊരു രാവിലെ ഇപ്പോൾ തുടങ്ങിയതാ 9 മണിക്ക് തുടങ്ങിയ നടപ്പാണ്. നോൺ സ്റ്റോപ്പ് നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഒരു മൈതാനത്ത് വന്ന് കുത്തിരിക്കുക. അവിടെ ടൗൺ സെൻറ്റർ ഫുള്ള് ചുറ്റി നടന്നു. ടൗൺ സെൻറ്ററിൻ്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ക്രൗഡഡ് ആണ്. എന്താ പറയുക, ആൾക്കാർ കുറച്ചും കൂടെ അഗ്രസീവായിട്ടുള്ള ആൾക്കാർ, ഡ്രഗ്സും സിഗരറ്റും അങ്ങനെ പല സാധനങ്ങളും. ആളുകൾ കുറച്ചും കൂടെ ഇവിടെ ഈ ഒരു ഏരിയയിലെന്ന് പറയുമ്പോൾ, ബീച്ചിൻ്റെ ഒരു ഏരിയയിലെന്ന് പറയുമ്പോൾ ആൾക്കാർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അപ്പം പലരും തന്നെ ടൂറിസ്റ്റുകളും പിന്നെ കുറച്ചും കൂടെ ഈസ്റ്റായിട്ടുള്ള ആൾക്കാർ അങ്ങനെയൊക്കെയാണ് ഇവിടെ, ഫാമിലി ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെയൊക്കെയാണ് ഈ ബീച്ചിൻ്റെ ഒരു സൈഡിൽ കൂടുതൽ കാണുന്നത്. അപ്പോൾ അവർ നമ്മളോട് കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കുന്നത്. മറ്റവർ നമ്മളോടൊന്നും സംസാരിക്കാനായിട്ട് പെടുക്കാനൊന്നും വരുന്നില്ല. എന്നാലും അറ്റ്മോസ്ഫിയർ അത്ര ഫ്രണ്ട്ലി അല്ലാത്ത പോലെ തോന്നി. ഞാൻ ജസ്റ്റ് ടൗണൊക്കെ ഒന്ന് മൊത്തത്തിൽ ചുറ്റി കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ബീച്ചിൻ്റെ സൈഡിലേക്ക് തന്നെ ഇറങ്ങിപ്പോന്നു. മെക്ഡിയിൽ കയറി ഒരു ബർഗർ റാപ്പ് ഓഫ് ദ ഡേ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയും വിശക്കുണ്ടായിരുന്നു. അപ്പോൾ ഇനി എൻ്റെ ഫോണിൻ്റെ ചാർജ് ഏറെക്കുറെ തീർന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കാര്യം പറഞ്ഞാൽ രാവിലെ ഒരു 87 ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഒരു 14 ആയപ്പോൾ വീഡിയോ എടുക്കൽ നിർത്തിയേക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.